ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് കടലയും ചട്നി. നമ്മൾ കാസർഗോഡ് ജില്ലയിൽ സാധാരണയായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. മറ്റിടത്ത് ഉണ്ടാക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിനാവശ്യമുള്ള സാധനമാണ് കുതിർത്ത് വെച്ച കടല. ഇത് 1 ഗ്ലാസ് കടല, 1 ഗ്ലാസ് പച്ചരി, പിന്നെ കുറച്ച് ചെറുകിയ തേങ്ങ. ഇത് 3 ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് കടലയും ചട്നി. ഇതാണ് ഗ്ലാസ്. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരി എടുത്ത്, ഇതിന് 1/2 ഗ്ലാസ് കടല കുതിർത്ത് കഴിഞ്ഞപ്പം ഇതാ കുക്കറിലേക്ക് കടല ഇട്ടു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. ഇത്ര വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലടുപ്പിച്ചിട്ട് എടുക്കണം കടല. രണ്ട് വിസിലടിച്ച് കടല വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർക്കണം. ഞാൻ സാധാരണ പച്ചരി കഴുകി വെച്ചിട്ടുള്ളതാണ്. സാധാരണ പച്ചരി വെച്ചാണ് ചെയ്യുന്നത്. സാധാരണ റേഷൻ അരി വെച്ചും ബിരിയാണി അരി വെച്ചെല്ലാം ചെയ്യുന്നവരുണ്ട്. ഞാൻ സാധാരണ പച്ചരി വെച്ച് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഈ പച്ചരി ഇട്ട് കൊടുക്കാം. ഇതാ പച്ചരി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കണം. ചിരകി വെച്ചിട്ടുള്ള തേങ്ങയും ചേർത്തു. പിന്നെ 1 നുള്ളി മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർത്തിയും കുഴപ്പമില്ല, പക്ഷെ എൻ്റെ മക്കൾക്ക് മഞ്ഞൾപ്പൊടി ഇട്ടതാണ് ഇഷ്ടം. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി ചേർത്തെടുത്തു. ഇനി കുറച്ച് ഉപ്പ്. കടല വേവിച്ച് കഴിഞ്ഞിട്ട് അരിയിലിടുന്ന സമയത്ത് ഉപ്പിട്ടാൽ മതി. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇനി അരി മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 1 വിസിലിട്ടിട്ട് ഓഫാക്കണം. പുറത്ത് നല്ല മഴയാണ്. മഴയുടെ സൗണ്ട് കേൾക്കുന്നില്ല. ഇതാ 1 വിസിലടിച്ചു കഴിഞ്ഞു. വിസിലെല്ലാം പോയി കഴിഞ്ഞപ്പം തുറന്ന് നോക്കി. ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒറ്റ വിസിൽ മാത്രമേ ഇടാൻ പറ്റൂ. പച്ചരി എല്ലാകുമ്പം 1 വിസിൽ കൂടിപ്പോയാൽ നല്ലോണം വെന്ത് പോകും. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിന് വറുത്തിടൽ. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വറുത്തിടാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചു. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കട്ടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വന്നു. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുന്ന സമയത്ത് മുറിച്ച് വെച്ചിട്ടില്ലേ, ചെറുതായി മുറിച്ച് വെച്ച ഉള്ളി, പിന്നെ മുളക്, കട്ട് ചെയ്ത് വെച്ച മുളക്, കറിവേപ്പില, ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ല ബ്രൗൺ കളറാവുന്നവരെ, ഉള്ളി നല്ല ബ്രൗൺ കളറാവുന്നവരെ ഇത് വറുത്തെടുക്കണം. ഞാൻ ആ പാത്രം ചെറുതായിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ രൂപത്തിലാകുന്ന സമയത്ത് ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. എന്താ കണ്ട, കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, അല്ല കറക്റ്റ് വേവിലാണുള്ളത്. ഇതാ കാണാനും നല്ല രസമുണ്ട്, കഴിക്കാനും നല്ല രസമാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. പിന്നെ അച്ചാർ വേണമെങ്കിൽ കൂട്ടി കഴിക്കാം. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. ഒരു 15 മിനിറ്റിന് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയുണ്ട് കുഞ്ഞൂട്ടാ? കുഞ്ഞപ്പൂ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം.
എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.